ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ MO നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട്. ഇപ്പോൾ ചെറുപ്പക്കാരെ പോലെ അലട്ടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ BP. നമ്മുടെ നോർമൽ BP എന്ന് പറയുന്നത് 120/80 ആണ്. അതായത് നമ്മൾ സിസ്റ്റോളിക്ക് 120യും ഡയസ്റ്റോളിക്ക് 80യിലും ആയിരിക്കും നിൽക്കേണ്ടത്. ചിലർക്ക് ഇത് 140/90 വരെ ആകാം. ആ ഒരു വേരിയേഷൻ അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. ചിലർക്ക് ഇത് 110/70 ആവാം. ഇനിയിപ്പോൾ 110/70 താഴെ പോവുകയാണെങ്കിൽ അതൊരു ഹൈപ്പോടെൻഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് BP 140/90 കൂടുതലോ അല്ലെങ്കിൽ 110/70 താഴെയായിട്ട് നിൽക്കാം. പക്ഷെ അത് കരുതി ഉടനെ തന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. BP കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കാം. ചിലർക്ക് നല്ല സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാവും, ചിലർക്ക് കൺഫ്യൂഷൻ, ഡിസ്നെസ് ഒക്കെ ഉണ്ടാകാം, ചിലർക്ക് ഓക്കാനം, ഛർദി പോലുള്ള സിംറ്റംസും ഉണ്ടാകാം. ചിലർക്ക് നെഞ്ചുവേദന, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ കാലിലൊക്കെ നീര് വരുന്നതായിട്ടും കാണാം. ചിലർക്ക് കാഴ്ച മങ്ങുന്നതാകാം, ചിലർക്ക് ആങ്സൈറ്റി ഒക്കെ കൂടും, ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ആങ്സൈറ്റി കൂടുന്നതായിട്ട് കാണാം. ഇല്ലെങ്കിൽ മൂക്കിന്ന് രക്തം വരിക, കണ്ണിലെ ചെറിയ വെസൽസ് പൊട്ടുക, അങ്ങനെയൊക്കെ ആയിട്ടും ചിലർക്ക് പ്രസന്റ് ചെയ്യാം. ചിലർക്ക് ക്ഷീണവും അനുഭവപ്പെടാം. നമുക്ക് ഈ ഹൈ BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഭാരം ഒരു 10% കുറയ്ക്കാം. അതായത് ഇപ്പോൾ ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ഒരു 8 കിലോ എങ്കിലും 3 മാസത്തിന്റെ ഉള്ളിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഡയറ്റിലും കൂടി ശ്രദ്ധിക്കുക. അതായത് കൂടുതലായിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുക, സാൾട്ട് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഉപ്പ് കഴിക്കുന്നത് ഡെയിലി ഒരു 2.5 ഗ്രാമിന് താഴെ ആകാൻ മാത്രം ശ്രദ്ധിക്കണം. പിന്നെ ബേക്കറി, പിക്കിൾസ്, പ്രോസസ്ഡ് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. കൂടാതെ മദ്യപാനവും പുകവലിയും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. സ്ട്രെസ് ഒക്കെ കുറയ്ക്കണം, നന്നായിട്ട് ഉറങ്ങാനും ശീലിക്കണം. നമുക്ക് ഡയറ്റിൽ മുരിങ്ങല ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ ഈ പ്രഷർ നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് മുരിങ്ങല താളിക്ക് കറി വെച്ചിട്ടൊക്കെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ BP കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ കഴിയും.